ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എടാ ജിൻസെ കേറിയടാ വാടാ. ആ ഡോറെ പിടി പിടി. ചേട്ടനൊന്നും ഇങ്ങ് മാറി. ജിൻസെ കേറ്. അതെ, ബുദ്ധിമുട്ടായോ? ഒരു കുഴപ്പമില്ല, അവര് നോക്കിക്കോളൂ. എടുത്തോടാ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങ് വന്നിട്ടേ നീ ഇങ്ങോട്ട് വന്നു. സോറി. ലെഫ്റ്റിലേക്ക്. തല ആദ്യം തിരിയടേ. തട്ടല്ലേ മുട്ടല്ലേ. ഒരുമിച്ചേ 1 2 3 വാ. ഒന്ന് പയ്യെ വെക്കടാവേ, ഒരു മനുഷ്യരല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. വാടാ പിള്ളേരെ. പൊക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഞാനങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് ബേബി. എന്റെ കരണം പൊട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ? എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ. പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു? നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. പിടിച്ചോ? എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ വിടരുത് ചേച്ചി. മടുത്തു. ഒന്ന്
കുഴഞ്ഞാ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന പിടിക്ക്. ചേച്ചി കഴുത്ത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുകൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? ആരാ? ആ ചേച്ചി, ഞാൻ ജോബിഷ് പറഞ്ഞിട്ട് വന്നാ. ആ എനിക്കറിയാന്നേ. ബെൽത്താസർ അല്ലേ? വല്ലെന്ന് തന്നെ വിളിക്കുന്നത്. ബെല്ലെന്ന് പറഞ്ഞാ നമ്മുടെ മണി. അങ്ങനെ വിളിക്കുന്നവരും ഉണ്ട്. ആ വാ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ഇതാണ് സെലേന കൊച്ചി. അച്ചായൻ്റെ കൂട്ടൊന്നുമല്ല. ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന് ഒരു പിശുക്കൂല്ല. മോളെ ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ബെൽത്താസർ. സെലേന. എന്നാ പിന്നെ അച്ചായൻ്റെ മുറിയിലോട്ട്. ആ വരും. ഓ വൻ സെറ്റപ്പ് ആണല്ലോ. പിന്നല്ലാതെ. ഇതാണ് എൽദോ ചായൻ. മാഡം, എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. താങ്ക് യു. മാഡം ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ട്രെയിൻഡ് ആയിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ അതൊക്കെ അതും ഉണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലില്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മാഡം. നോക്കിയും കണ്ടൊക്കെ നിൽക്കണേ മക്കളെ, അറവീടന്മാരാ. അച്ഛാ, അപ്പൊ ഇനി നമ്മൾ തമ്മിലാ കമ്പനി. എൻ്റെ പേര് ബെൽത്താസർ. എന്നെ കൊണ്ട് അച്ചായനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. ആദ്യമേ അച്ഛൻ മിന്നുക്കി മിടുക്കം കൊണ്ടപ്പനാക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി, പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ, പിന്നെ അങ്ങോട്ടൊരൊറ്റ ഉറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എന്താ വരുന്നത്? എങ്ങനെയുണ്ട് ചേ? ഷേവ് കൊള്ളാവോ? ആ, 1 minute.
ഓക്കെ, അത് കണ്ടാൽ മതി എനിക്ക്. ആ ഇന്നത്തെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു ചുവന്ന ഡബ്ബയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒന്ന് കൊടുത്തേക്കണേ. ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നത്? അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. ആ അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുക. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ? ആ പിന്നെ അതിനെ ഞാൻ വൈറ്റാണല്ലേ. താങ്ക്സ്. ഈ വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ ഇവിടെ നിന്ന് കാണാത്തെ? ഏയ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രന അഭിപ്രായം പുറത്തൊക്കെ. ആണോ? എന്തഭിപ്രായങ്ങൾ? അത് പലതും ഉണ്ട്. അല്ല മാഡം മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഇതൊന്നും കൂടാതെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ല ഈ എൽഡോ ചായനെ പോലൊരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള എങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്നേ. പെട്ടുപോകുന്നൊന്നും പറയല്ലേ. ഞാൻ നോക്കിയിട്ട് മഴയോട് റാണിയെപ്പോലല്ലേ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഷോ, ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല ഇത്രയും പെട്ടെന്നേ.
മാഡം ശരിക്കും ഭയങ്കര മിടുക്കിയാണല്ലേ. അതെ. ഇപ്പൊ എന്തായി, ബോറടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ പോയി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. ആ സോറി, കുറച്ച് സമയമായി. ഓക്കെ. കുപ്പി ഇവിടെ ആയിരുന്നു. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ? ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. ഓക്കെ, മതി മതി. ബെൽ